നമ്മൾ കൊച്ചരിക്കൽ ഗുഹയിലെത്തിയ ആ സ്റ്റോറിയാണ് പറയാൻ പോണത്. നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി തൃപ്പൂണിത്തറ ആ ഭാഗത്ത് പോയതാണ് കേട്ടോ. ഇത് ഈ റോഡ് കാണുന്നവർക്ക് മനസ്സിലാവും ഈ സ്ഥലം ഏതാണ്. ഇത് നമ്മുടെ ഹിൽ പാലസിൻ്റെ ആ റോഡും മതിലുമൊക്കെയാണ് കേട്ടോ. ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ടാവുന്നു. ഇപ്പോൾ കയറണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വേറൊരു ആവശ്യത്തിന് പോവുകയാണ്, എത്ര വൈകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളവിടെ പോയി എല്ലാ കാര്യങ്ങളും വേഗം കഴിഞ്ഞു. നല്ല വിശപ്പുണ്ടാകും. ഏകദേശം 2 മണിയായി. ഞങ്ങൾ അവിടെ കണ്ടൊരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ. ആളൊരു നാടൻ ചോറും ഞങ്ങളെല്ലാവരും ബിരിയാണി കേട്ടോ പറഞ്ഞത്. പക്ഷെ നല്ല റൈസും എന്താ പറയുക മുട്ടയും നല്ല നല്ല ചിക്കനൊക്കെയുള്ള എന്താ പറയുക നല്ലൊരു ബിരിയാണി ആയിട്ട് മനസ്സിനും സംതൃപ്തി, അങ്ങനെയൊക്കെ പറയൂലേ അതുപോലെ. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ അഫീഫ എന്നാണ് കേട്ടോ. പക്ഷേ എനിക്ക് സ്ഥലത്തിൻ്റെ പേര് അറിയില്ല കേട്ടോ, മൈ മിസ്റ്റേക്കാണ്. പക്ഷേ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ അഫീഫ. അപ്പം നമ്മുടെ ഈ കൊച്ചേരിക്കൽ നമ്മൾ ഇൻസ്റ്റയിൽ റീൽസ് കണ്ട് പോകാൻ കേട്ടോ. അവസാനം ഞങ്ങൾ വഴി തെറ്റി ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വന്നത്. പിന്നെയും ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട് പോവാണ്. ആദ്യമായിട്ടാണ് ഈ ഇൻസ്റ്റയിലെയും യൂട്യൂബിലേക്ക് ഒരു വീഡിയോ കണ്ട് ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട് ഇങ്ങനെ പോകുന്നത്. ഓരോ സ്ഥലം കഴിയും തോറും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാകും. കാരണം ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ പിന്നെ പറയണ്ട. അങ്ങനെ ഞങ്ങൾ ഓരോ വഴിയും കഴിഞ്ഞിങ്ങനെ എത്തി. അവസാനം നമ്മൾ ആ കൊച്ചരിക്കൽ ഗുഹയിലെത്തി. ഇവിടെ കാർ പാർക്കിംഗ് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാനും ചെറിയൊരു എമൗണ്ട് കൊടുക്കണം. അത്യാവശ്യം ഗ്രിപ്പുള്ള വഴിയൊക്കെ ഉണ്ട്. തെന്നി വീഴുമെന്നുള്ള പേടിയൊന്നും എന്തായാലും വേണ്ട. പിന്നെ ഇവിടെ ഈ ഇങ്ങനത്തെ സ്ഥലം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അടിപൊളിയാണ്. അതായത് കുളമൊക്കെ ഉണ്ട്, കുളിക്കാൻ കുളത്തിലൊക്കെ ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ വെള്ളം കണ്ടിട്ട് ആകെ കലങ്ങി മറിഞ്ഞ് അതിനകത്ത് കുറേ ആൾക്കാർ കിടന്ന് കുളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വെറുതെ ഇറങ്ങി വന്നില്ല. ഞങ്ങൾ പക്ഷേ ആ ഗുഹയുടെ ഉള്ളിലൊന്ന് കയറി കേട്ടോ. എങ്ങനെയൊക്കെയോ പിടിച്ച് വലിഞ്ഞ് തൂങ്ങി അതിൻ്റെ ഉള്ളിൽ കയറിയ അതൊക്കെ കയറണമല്ലോ. ഇതൊക്കെ കാണാൻ വരുമ്പോൾ നമ്മൾ ശരിക്കും ആസ്വദിച്ചിട്ട് തന്നെ പോകണം. അപ്പോൾ ഈ സ്ഥലം ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടേക്ക് മൂവാറ്റുപുഴയിലെത്തി. ഒരു ഹോട്ടലിൽ കയറി ചായ ഓർഡർ ചെയ്ത്. വായിൽ വെക്കാൻ കൊള്ളില്ലാത്ത ചായയും, മധുരവും ഉണ്ടായില്ല, ചൂടും ഉണ്ടായില്ല. ചിക്കൻ റോളാണെങ്കിൽ വായിൽ വെക്കാൻ കൊള്ളില്ല. പക്ഷെ ഞാൻ ആ ഹോട്ടലിൻ്റെ പേര് കാണിക്കില്ല. എൻ്റെ അനുഭവമായിരിക്കില്ല നിങ്ങളുടെ അനുഭവം.